പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ട്രംപിന്റെ രണ്ടാം വരവ് അമേരിക്കയുടെ നാശത്തിലേക്കുള്ള പോക്കാണോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് അടുത്തിടെയായി രാജ്യത്തരങ്ങേറുന്ന നാടകീയ സംഭവങ്ങൾ. ട്രംപിന്റെ പല നയങ്ങളും അയൽ രാജ്യങ്ങളെപ്പോലും അമേരിക്കയുടെ ശത്രുപക്ഷത്താക്കി കഴിഞ്ഞു. പലരെയും പ്രതിസന്ധിയിലാക്കിയെടുത്ത തീരുമാനങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ഇലോൺ മസ്ക് ട്രംപ് സൗഹൃദം മസ്കിനെ കിരീടം വെക്കാത്ത അമേരിക്കൻ പ്രസിഡന്റാക്കിയപ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി തുടങ്ങി. ട്രംപിന്റെ മുൻ പിന്നോക്കാതെയുള്ള മർക്കടമുഷ്ടി തങ്ങളുടെ ജീവിത നിലവാരത്തെ പോലും ദിവസങ്ങൾക്കുള്ളിൽ ബാധിച്ചുവെന്ന് അമേരിക്കക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി. അമേരിക്കൻ ഓഹരി വിപണി തുടർച്ചയായ ദിവസങ്ങളിൽ കൂപ്പുകുത്തുന്നതും അതിന്റെ സൂചനയാണ്. സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഓഹരി വിപണി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതിന് വാൾസ്ട്രീറ്റ് സാക്ഷ്യം വഹിച്ചു. ഇത് അമേരിക്കയുടെ തകർച്ചാ സൂചനയോ അതോ ആഗോള വ്യാപാര യുദ്ധം മുറുകുന്നതിന്റെ ലക്ഷണങ്ങളോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. US ഓഹരി വിപണിയെ കൂപ്പുകുത്തിച്ചതിന് പിന്നിൽ ചില സുപ്രധാന കാരണങ്ങളുണ്ട്. വ്യാപാര നയങ്ങളിലെ അനാരോഗ്യകരമായ മാറ്റങ്ങളും അതിൻ്റെ ഭാഗമായി മാന്ദ്യസാധ്യതയെക്കുറിച്ചുള്ള ഭയവുമാണ് വിപണിയുടെ ഇടിവിലേക്ക് നയിക്കുന്നത്. US-ന്റെ പ്രധാന വ്യാപാര സഖ്യകക്ഷികൾക്കെതിരെ കൂടിയ നിരക്കിൽ താരിഫ് ചുമത്തുകയാണ് ട്രംപ് ഭരണകൂടം. കാനഡയ്ക്കെതിരെ 25% താരിഫ് ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചതായിരുന്നു തുടക്കം. ഇതോടെ US-ന് നൽകുന്ന വൈദ്യുതിക്ക് 25% താരിഫ് തിരിച്ചു ചുമത്താൻ കനേഡിയൻ സർക്കാരും തീരുമാനിച്ചു. ഇതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. അടുത്ത ഘട്ടമായി കാനഡയിൽ നിന്നുള്ള സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികൾക്ക് 50% തീരുവ ഉയർത്താനും ട്രംപ് പദ്ധതിയിട്ടു. എന്നാൽ പ്രത്യാഘാതങ്ങൾ മുന്നിൽ കണ്ട് ഇതിൽ നിന്ന് പിൻവലിഞ്ഞതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് അധികാരമേറി പിറ്റേന്ന് മുതൽ ചൈന, ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ, കാനഡ, മെക്സിക്കോ എന്നിവയുൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ തീരുവകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഗുരുതരമായ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ ലോകത്ത് സൃഷ്ടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാൻ ട്രംപിന്റെ താരിഫ് നയങ്ങൾ കാരണമാകുമെന്ന ആശങ്കകൾ നിക്ഷേപകർക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പരസ്പര താരിഫ് ചുമത്തുന്നതിൽ US പ്രസിഡന്റ് ട്രംപ് ഉറച്ചുനിന്നാൽ ദീർഘകാല അപകട സാധ്യതകൾ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനാൽ തന്നെ നിക്ഷേപകർ നഷ്ടസാധ്യത ഏറെയുള്ള ഇക്വിറ്റികളിൽ നിന്നും US ബോണ്ടുകൾ പോലുള്ള അപകട സാധ്യത കുറഞ്ഞ ആസ്തികളിലേക്ക് നിക്ഷേപം മാറ്റി. ജനുവരി പകുതി മുതൽ 10 വർഷത്തെ US ട്രഷറി ഈൽഡ് ഏകദേശം 60 ബേസിസ് പോയിന്റുകൾ കുറഞ്ഞതിനാൽ നിക്ഷേപകർ ബോണ്ടുകൾ വാങ്ങാൻ തിരക്ക് കൂട്ടുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതൊക്കെ തന്നെ അമേരിക്കൻ വിപണിയെ തളർത്തിയ പ്രധാന ഘടകങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ കുഴികുത്തുകയാണ്. ലോക നേതാവ് ചമഞ്ഞ് ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാനാകുമെന്നാണ് കണ്ടറിയേണ്ടത്.